ഗൈസിലേക്ക് സ്വാഗതം. ഹോപ്പ്ലെസ് ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക്. ഇപ്പം ഞാൻ പറഞ്ഞു സോലോ ഗൈസ് എല്ലാവർക്കും പൊളിക്കണം. അയ്യോ, അപ്പോൾ ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ ഡയലോഗ് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരാൻ തുടങ്ങി. ലാസ്റ്റ് ഞാനൊരു ട്രാക്ക് ഇട്ട് മാറ്റിയെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നമുക്കിത് ശീലമായവരാണ് നമ്മൾ. സോ നിങ്ങൾക്കറിയാലോ നമ്മൾ ഗ്രാൻഡ് പേനൊക്കെ എത്ര കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന്. വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് ഗ്രാനി 3. അത് ഗ്രാൻഡ് പേനെ കഷ്ടപ്പെടുത്താൻ. ആഹാ, എന്താ സുഖം എന്ന് പറയുമ്പോൾ ഈ ഗ്രാൻഡ് പേനെ കഷ്ടപ്പെടുത്താൻ. കഷ്ടപ്പാട്. ഇതിൻ്റെ സ്റ്റോറി ഗെയിം തെറാപ്പിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് പറയാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ പറയത്തില്ല. കോപ്പിറൈറ്റ് വീഴും. കോപ്പിറൈറ്റ് വീഴാൻ എനിക്ക് താല്പര്യമില്ല. സ്കിപ്പിൻട്രോ നിങ്ങൾക്കറിയാലോ വയസ്സ് നമ്മളാണ് ഈ വീട് പണിതത്. ഇതിൻ്റെ എൻജിനീയറിങ് അവിടെയൊക്കെ പോകണമെങ്കിൽ ഗ്രാൻഡ് പേൻ്റെ ഫുള്ള് ഗ്രാൻഡ് പേയുടെയും ഗ്രാനിയുടെയും സിലിണ്ടറിൻ്റെയും ഈ വീടിൻ്റെ വരെ ബ്ലൂ പ്രിൻ്റ് നമ്മുടെ കയ്യിലുണ്ട്. അല്ല പിന്നെ എന്നെങ്കിലും Where are you, Papa? പാപ്പനെന്തി ഓസോ നമുക്ക് കട്ടിലിൻ്റെ അടി കയറി കളിച്ചിരിക്കാം. അവൻ എസ്കേപ്പ് അടിച്ചു. ഒന്നിച്ചിരിത്തേക്ക് കിടന്നുറങ്ങാൻ തന്നെ. നാളെ വല്ലപ്പോഴൊക്കെ അവനെ പറ്റുവാണെങ്കിൽ അവനെ പിടിച്ചുകൊണ്ട് വരാം. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറുക്കനെ പിടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കയറി അങ്ങ് കിടക്കും. ഒന്നും നോക്കൂല. ഇറങ്ങിയിട്ട് തോക്കെടുത്തിട്ട് ഒറ്റ വെടിയാണ്. അപ്പോ വേഗം വന്നിരുന്നെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഫൺ മാർട്ടിനകത്ത് ഞാൻ ഫണ്ണി വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. സോ നിങ്ങൾ അതിനകത്ത് പോയി ചെന്ന് ചെക്ക് ചെയ്യുക. ഫൺ മാർട്ട് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഒരു ചെറുക്കൻ, അതായത് നമ്മൾ ഈ ഫ്രീ ഫയറിനകത്ത് മറ്റേ മെസ്സിയുടെ ഒരു സൈസ് ഈ നീല കളറൊക്കെ അടിച്ചിട്ട് 10 എന്നുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഡ്രസ്സില്ലേ ബനിയൻ. അപ്പം ആ സാധനമൊക്കെ ഇട്ടൊരു ക്യാരക്ടർ ഇമോജിയില്ലേ ചിരിക്കുന്നത്, ആ സാധനം പിടിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൺ മാർട്ട് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഡിസ്കോഡ് സർവറും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഡിസ്കോഡ് സെർവർ ജോയിൻ ചെയ്യുക. എന്നാലാണ് ഈ ലിങ്ക് ഡിസ്കോഡ് സെർവറും ഇൻസ്റ്റാഗ്രാമിനകത്ത് നിൽക്കുകയാണെങ്കിൽ ഞാനായിട്ടോ സംസാരിക്കാൻ പറ്റുന്നെങ്കിലും ഇൻസ്റ്റാഗ്രാമിനകത്ത് ഡിസ്കോഡ് സെർവർ ഉണ്ടാക്കാൻ അറിയില്ലാത്തവർക്ക്, അതായത് എനിക്ക് വേണ്ട ഉണ്ടാക്കാൻ അറിയില്ലെന്ന് ലാസ്റ്റ് ഞാൻ ഉണ്ടാക്കി. ഡിസ്കോഡ് സെർവർ. ഇപ്പൊ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ അപ്പാപ്പൻ കയറി. പുള്ളി വീട് ഫുള്ളും ചുറ്റും, എന്നിട്ടാണ് കയറി വരുള്ളൂ. അതാണ് മെയിൻ പ്രശ്നം. സോ ഈ ചിത്രം നേരിട്ട് വന്നില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വെക്കുന്ന കളിയൊക്കെ തീർത്തായിരുന്നില്ലേ. ഇപ്പോഴാണ് പാട്. ATM സോയ്സ് ഗ്രാൻഡ് വന്നിട്ട് വിളിക്കാം.
ഗ്രാൻഡ് വന്നിട്ട് വിളിക്കാം, നല്ല ഗ്രാൻഡ് വന്നിട്ട് കാണാം. ഗൈസ് അങ്ങനെ അപ്പം വന്നിട്ടുണ്ട്. ടൂറിസം വിളിച്ച് കിടക്കണം ഇതടാ അടിക്കാന്ന് വേട. ഇനി നമുക്ക് ആരെയും പേടിക്കണ്ട, നമ്മൾ ഫുഡ് പെട്ടെന്ന് നടക്കാം. എനിക്കൊരു വാഴേനെ കൊല്ലാനുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ആ വാഴേനെ പോയി കൊണ്ടുപോകാം. അപ്പം അത് തുറക്കുന്നതിൻ്റെ ആളുടെ ഒരു സൗണ്ട് കേട്ടെന്ന്. ഇത് തുറക്കുന്നതിൻ്റെ അപ്പം ഇത് തുറന്നതിൻ്റെ എന്നോ സൗണ്ട്. ഒട്ടം കറങ്ങി തല കറങ്ങാൻ ചോദിച്ചാൽ മതി. ഇന്ദ്രാണി പള്ളിൻ്റെ കാവണി അടിച്ചു പൊട്ടിയ നമ്മുടെ എയിം ചുക്കാവണി പൊട്ടിച്ചിട്ടുണ്ട്. പാടല്ല ഇറങ്ങാൻ പാട് വിട്ടു, ചെറുതായിട്ടൊന്ന് പാട് വിട്ടു. എൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല. ഇന്നും എല്ലാത്തിനൊന്നും വെടിവെച്ച് എല്ലാത്തിനും ഒന്ന് കൊല്ലുക. ചേട്ടാ ഈ വീൽക്രാങ്ക് അവിടെ നിന്ന് ഈ വീൽക്രാങ്ക് ഒന്ന് കിട്ടിയിട്ട് ഈ ബ്രിഡ്ജ് ഇപ്പോൾ എന്തായാലും മെയിനായിട്ട് നമ്മൾ ബ്രിഡ്ജ് എസ്കേപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിനക്കെങ്ങനെ ഇത്ര ഉറപ്പ് നമ്മൾ ബ്രിഡ്ജ് എസ്കേപ്പാണ് ചെയ്യാൻ പോകുന്നതെന്ന്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ബ്രിഡ്ജ് ഓണാക്കാനുള്ള ഒരു അയ്യോ അത് ട്രെയിനിൻ്റെ ആക്സിലേറ്റർ ചെയ്യുന്നു. അയ്യോ പൂഞ്ചി അപ്പാപ്പോ അപ്പാപ്പോ മറ്റേ സാധനം വെപ്പൺകി കിട്ടിയേ. വെപ്പൺകി മോളപ്പുണ്ട്. അവൻ്റെ പേടിപ്പിക്കുന്നു. എനിക്ക് ചങ്ക് വെച്ചിട്ടില്ല. സാധാരണ എനിക്കറിയില്ലോ, സാധാരണ ഗെയിമേഴ്സൊക്കെ ഇങ്ങനെ ഹൊറർ അതായത് ഇങ്ങനെ ജംസ്കെയറൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അലറും. പക്ഷെ എനിക്കങ്ങനെ അലറൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ചങ്ക് ഇടിക്കും. ജംസ്കെയർ വന്നു കഴിഞ്ഞാൽ ജംസ്കെയറൊക്കെ വന്നു കഴിഞ്ഞാൽ ചങ്ക് ഇടിക്കും. പക്ഷെ ഞാൻ അങ്ങനെ അലറാറൊന്നുമില്ല. അതുപോലെ ഞാൻ ചങ്ക് ഇടിച്ചു എൻ്റെ മോനെ. അവൻ്റെ പേടിപ്പിക്കൽ കണ്ടു കഴിഞ്ഞാൽ ബാറ്റും പോട്ടെ, പലക കയ്യിരിക്കുന്നു, പലകക്ക് ഇടിച്ചു കൊല്ലണം. ഇങ്ങനെ എൻ്റെ കൺമുമ്പിൽ കണ്ടു ഒരുപാട്. അതിന് സ്ക്രൂ ആ വേണ്ടത്. മിസ്റ്റർ ജാക്സ്പേരോ കൊട്ടത്തേങ്ങ കിട്ടി. മേളിന്ന് അപ്പാപ്പൻ്റെ തലയിലോട്ട് കഴിക്കാൻ പറ്റുമോ? കണ്ടോ ഗൈസ് നമ്മുടെ ബ്രഹ്മാസ്ത്രം ഉരുട്ടി വിട്ട മൂഞ്ചും പോലെ. ഭാഗ്യം അവിടെ തന്നെ നിന്നു. ഭാഗ്യം. രണ്ട് എമോയൊക്കെ ഉണ്ട്.
എനർജി നീ എന്നിൽ ഉണര്. അയ്യോ ഇതിനകത്തൊരു കുന്തോ ഇല്ല. ഇവിടെ എന്തെങ്കിലും ഒരു കുന്തം കിട്ടുക. എസ്കേപ്പ് നടത്താനുള്ള യൂട്യൂബറാണ്. ഇത് എപ്പോഴും പറയുന്ന സംഭവം യൂട്യൂബറാന്നുള്ള കാര്യം ആരും തരത്തില്ല. കൂട്ടുകാരന്മാർ പോലും തരത്തില്ല യൂട്യൂബർ എന്നുള്ള വില. യൂട്യൂബ് വീഡിയോ പിടിക്കാൻ നേരം അപമാനം. ഇങ്ങനെ നമസ്കാർ കാണിച്ചു കഴിഞ്ഞാൽ കാലം കൊണ്ട് എല്ലാം പോയി. അടാ ചാവണ ഇവിടെ ബോട്ട് അവൻ്റെ കളി എൻ്റെ അടുത്ത് വേണ്ടാട്ട കളി. ഞാനുണ്ടല്ലോ സീനാണ്. നമ്മൾ പിള്ളകളി കളിക്കും. ഒന്നാമത് എന്നെ ചങ്കിടിക്കും. എൻ്റെ ഹാർട്ട് ബീറ്റ് കൊടുക്കും. കഴിച്ച് വേറെ എന്തെങ്കിലും വന്നേ ഹോററൊക്കെ കൂടാണ് ജംസ്കെയർ വരുന്നത്. എൻ്റെ ഹാർട്ട് ബീറ്റ് ഇച്ചിരി മുമ്പ് ഇടിക്കും. പൊഞ്ഞളിയാ ഇങ്ങനെ വരല്ലേ. എത്ര നാളായിട്ട് ഞാൻ ഗ്രാനി ഇത്രയും ഫേമസ് ആക്കിയില്ലേ. യൂട്യൂബിലെ എവിടെയെങ്കിലും എടുത്തിട്ടില്ലേ. അതിൻ്റെ വില വന്നു. ഈ നമ്മളെ കൊട്ടത്തേങ്ങ കേട്ടോ. ഒറ്റ സാധനം കിട്ടണം. ഷെഡ് ഗീ സ്പൈഡർമാൻ ഇങ്ങനെ വന്ന് ഞാൻ ബാറ്റിന് തലയടിക്കാൻ പോയി. അവിടെ ഈ ബോട്ടിൽ എന്നാണ് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ. എനിക്ക് പേടിയാണ്. ടെടി കിട്ടി. അപ്പോൾ നോക്കാം നമ്മളെ അപ്പാപ്പനെ അങ്ങ് തട്ടിയിട്ട് ആ ടെടി കൊണ്ടുപോയിരിക്കും. അന്നേരം എളുപ്പമായി. നമുക്ക് കീ വേണം. മറ്റേ കീ വേണം. പക്ഷേ എനിക്ക് പ്ലാനിങ് നടക്കാറുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇറക്കട്ടെ. ഇവിടെ നിന്ന് ഇറങ്ങുന്നത് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ കാറിൻ്റെ അകത്ത് കീ കിടപ്പുണ്ട്. ആ കീ നോട്ടെ ഏമോ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആ ഏമോ ഒന്ന് എടുക്കും. ഇല്ലട്ടെ നമ്മൾ ഏമോ എടുത്തിട്ട് നമ്മൾ ഏമോ എടുത്തിട്ട് നേരെ അപ്പാപ്പനെ കടിച്ചു കൊടുക്കും. അത് നമ്മൾ സ്വന്തം ടെഡി ബിയർ എടുക്കും. ടെഡി ബിയർ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ടെഡി ബിയർ കിടക്കുന്നിടത്തോട്ട് അപ്പാപ്പനെ കൊണ്ടുപോകണം. അപ്പാപ്പോ അയ്യോ ഞാൻ ബാക്കിൽ മറ്റേ ബ്രിഡ്ജ് ഉണ്ടെന്ന് വിചാരിച്ചുള്ളൂ. ഞങ്ങൾ വിചാരിച്ചിട്ടാണ് അടങ്ങിയ പാലം പണിയുന്നേ. പാലം ആക്കുന്ന സാധനം ആടാ പുറകിന്നൊന്നും ഇങ്ങനെ ഞാൻ ബാറ്റെടുത്ത് എറിയും. ഗെയിം വെച്ചിട്ട് ഞാനങ്ങ് പോകും. ഗെയിം ഡിലീറ്റ് ഞാനങ്ങ് പോകും. അല്ല പിന്നെ രാവില്ലാത്ത പുഴയുടെ തീരത്ത് ഹൊയ് ഹൊയ് അപ്പൂപ്പൻ്റെ വീട്ടിൽ കയറിയപ്പോൾ ഹൊയ് ഹൊയ്
അപ്പൂപ്പൻ പുറകെ വന്നിട്ട് അടിച്ചു. അപ്പാപ്പനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ തോക്കെടുത്തു. കെട്ടന്നെ കൊണ്ടു ഇവിടെ ഈ അപ്പാപ്പൻ എന്നാണ് ആരാധിക്കുന്നത്. പപ്പോ പപ്പോ ഒന്നടാ ഇവിടെ മറ്റേ ഗ്രാനിയപ്പം കാണാലോ. ഐ സീ യു വാണ്ട് ടു പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും വേറെ ശരി വേടെ ശരി വേടെ വേടെ മക്കളെ ആ ഗണ്ണിങ് വന്നിരും. മക്കളെ ഞാൻ വേദനിപ്പിച്ചോന്നുമല്ല. രക്ഷോട്രാ പോടാ എപ്പോഴേ അല്ല കളി പാവക്കുട്ടീനെ കൊണ്ടുവിടുന്നു. മക്കളെ ഇടരുത്, അതിനിട്ട തന്നെ ഇടരുതെന്ന് തന്നെ ഇടരുത് കേട്ടോ. വലിയവര് പറയുന്നത് മൂത്തവര് പറയുന്നവര് അനുസരിക്കും. ഞാൻ ഇങ്ങനെ ജോക്ക് പറയുന്നതിനകത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഗൈസ്, എനിക്ക് ചുമ്മാ ഗെയിം പ്ലേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കുന്നു. അതുകൊണ്ടാണ് കുറച്ച് ജോക്സ് എല്ലാം പറഞ്ഞത്. എനിക്ക് നിന്നെ കണ്ടപ്പോൾ പഡ് ലോക്ക് കീ എൻ്റെ അതിനകത്തൊരു പ്ലാനുണ്ട്, ഒരു കിടുക്കാച്ച പ്ലാൻ. അതായത് നമ്മൾ ഇപ്പോൾ ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ തലമണ്ടടിക്കാൻ മുടിയുമോ അല്ല. ഫസ്റ്റ് തന്നെ നമ്മൾ ഇട്ടേച്ച ആ തോക്കുണ്ടോ, തോക്കുണ്ടോ, തോക്കില്ല, തോക്കെന്തേ എവിടെ തോക്കില്ലെന്ന് ജംസ്കെയർ കൂടെ. ജംസ്കെയറിന്റെ ആശാനാണ് ആശാൻ. അല്ല പപ്പൻ ജംസ്കെയറിന്റെ ആശാനാണ്. പപ്പൻ്റെ അതിനകത്ത് കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ തോറ്റേറ്റ് മതി, അന്നേരം കാണാൻ പറ്റും. നമുക്ക് പിന്നെ പപ്പനെ കൊല്ലണം. അയ്യോ അയ്യോ അപ്പം വേഗം വന്നേച്ചാൽ മതി. എനിക്ക് വേറെ പണിയുണ്ട്. വീഡിയോ ലോങ് കണ്ടോ? 18:50 52. ഇത് പോയി കഴിഞ്ഞാൽ സ്റ്റോറേജ് ഫുള്ളാവും. എന്നിട്ട് ഞാൻ ടു ബി കണ്ടിന്യൂഡ് എന്നും പറഞ്ഞിരുന്നു. ഇവിടെ ഇന്നെങ്കിൽ അപ്പാപ്പം വരുമോ? ഇത്
ഇത് ശരിയാവൂല കേട്ടാ. ചുമ്മാ 3000 ഇത് എന്തിയോടെ കരണ്ടും ഇല്ല. നിങ്ങളിപ്പോൾ ഇത് കാണുകയാണെങ്കിൽ ഇത് എന്തായാലും 3 മണിയായിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ വീട്ടിൽ ഇപ്പോൾ കരണ്ടില്ല. ഇത് എന്തായാലും 3 മണിയാകുമ്പോഴത്തേക്കും കരണ്ട് വരുമോ? നിങ്ങൾ ഈ കാറിൻ്റെ ഡിക്കിയിലോട്ട് നോക്കട്ടോ. ഇപ്പോൾ നോക്കി, ഇപ്പോൾ അത് തുറന്നു കിടപ്പുണ്ട്. തുറന്നിട്ടില്ല, തുറന്നു അതാണ് ബഗ്. ഇത് ശരിയാവൂല കേട്ടോ. അല്ലാണ്ട് ഒരു ആവശ്യത്തിന് നോക്കിക്കഴിഞ്ഞിട്ട് മോശം പിടിക്കാനായിട്ട് വന്നോളും. ശല്യം ഒരു സൗണ്ട് ഉണ്ടോ? ആ സൗണ്ട് ഇഷ്ടമല്ല. അയ്യോ, നമുക്ക് അപ്പം വന്നിട്ട് വേണം വെയിറ്റ് ചെയ്യാം. എനിക്ക് അതായത് നമ്മളാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ എന്തൊക്കെയാണ് നടക്കുന്നത് അത് കാണിക്കണം. കൂടാതെ ഞാനിങ്ങനെ സൈഡിലോട്ട് പോയത് അതുകൊണ്ടാണ്. അവിടെ തന്നെ നിൽക്കണം. അപ്പം പിന്നെ വെള്ളവാതിൽ തുറന്നു വന്നാലോ? പിന്നെ കറക്കണം. നിങ്ങൾ മറ്റേ ചളി അടിച്ചു കഴിഞ്ഞാൽ ചാനൽ നിർത്തി പോകുന്നു. ഏതാണല്ലേ പറ്റുന്നല്ലേ? കറക്കാൻ ഞാൻ പശുവോ പാടാവോ? അല്ല നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ട് പുറകെ വരിക. എന്നിട്ട് നമ്മൾ ചെയ്തതോ അവിടെ ചെന്ന ഒറ്റ അടി. ഇത് വാ എന്നെ നോക്കിക്കുന്നന്നെ മക്കളെ പാപ്പന്റെ കണ്ണും കേട്ടോ. വേമ്പാ വാ അപ്പോ ഞാൻ വീട്ടിൽ കയറി. കൊല്ലല്ലോ. നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ട് പാപ്പം പോയി. നാശം പിടിച്ച റോബോട്ടിന് ഇതേ പണിയുള്ളോ? അവിടെ ഷെഡ് കീ നമ്മുടെ ഇതിനകത്ത് വലിയ വെപ്പൺ കീ ഉണ്ടോ? വെപ്പണങ്ങ് എടുക്കും നമ്മള്. എനിക്കറിയാം, പലരും പറയുമ്പോൾ മാറിപ്പോവും, അത് പറയുന്നത് കേൾക്കുമ്പോൾ മാറിപ്പോവും. സ്വാഭാവികം. അങ്ങനെ ഷെഡ് നിങ്ങളെ കേട്ടത് തെറ്റാണ്. ഷെഡ് ആണ് നമുക്ക് തുറക്കുന്നത്. ഇനി ഒരു സാധനം കൂടി തുറക്കുന്നുണ്ട്. ഇവിടെ നമ്മളിത് തുറന്നോ? മറ്റേ സാധനം അതൊക്കെ തുറന്നു.
ഇവിടുന്നൊരു കരുണ നമുക്ക് മേളിൽ പോകണം. മേളിൽ പോയിട്ട് ആരുടെ ഈ കാലത്തൊക്കെ ഈ വീടിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു ലിഫ്റ്റ് ഉണ്ടാക്കി വെക്കുന്നു? ആർക്കും അപ്പാപ്പനല്ലേ പറയാൻ പറ്റുമോ? സോ ഈ മറക്കാണ്ട് തന്നെ നമ്മുടെ സൈക്കോയിൻസിനെയും ഡെവിൽ ഗെയിമറിനെയും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. സോ മെയിനായിട്ടും പറയുകയാണെങ്കിൽ ഡെവിൽ ഗെയിമറിന് ഇനി തൊട്ട് ഫോൺ എടുക്കാൻ പറ്റത്തില്ല. കാരണം അവൻ ഫോൺ എടുക്കാൻ ശ്രമിക്കുന്നില്ല. വല്ലപ്പോൾ ദിവസങ്ങളിലോ വല്ലപ്പോഴൊക്കെ പറ്റുമെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് അവൻ ഇനി തൊട്ട് വീഡിയോസൊക്കെ വല്ലപ്പോഴൊക്കെ ഇടുന്നത്. അഥവാ അവൻ കുറേ നാളായിട്ട് ഇട്ടില്ലെങ്കിലും അവൻ്റെ ചാനലിനകത്ത് വീഡിയോസ് വന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയെന്നല്ലേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതിനകത്ത് അവൻ്റെ ചാനലുണ്ട്. അല്ല, എൻ്റെ അതിനകത്ത് അവൻ്റെ ജിമെയിലുണ്ട്, കിടപ്പുണ്ട്. ജിമെയിൽ ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട് അവൻ്റെ ജിമെയിൽ അക്കൗണ്ടിൽ. അപ്പോൾ ഡെവിൽ ഗെയിമർ എന്നുള്ള, അപ്പോൾ അതിനകത്ത് നമ്മൾ ചെന്നിട്ട് വല്ല വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കൂടോ എസ്കേപ്പ് വേറെ ആർക്കാണ്? അയ്യോ പെട്ടെന്ന് മറ്റേ ഈഗിൾ ഗെയിമിങ്ങിനെ പോലെ ആയിപ്പോയി. പോടാ. എന്നാലും നമുക്ക് വീണ്ടും ബ്രിഡ്ജ് എസ്കേപ്പ് നോക്കാൻ പറ്റിയിട്ടുണ്ട്. പോടാ, നമ്മളെ ബ്രഷ് എസ്കേപ്പ് പോടാ. നമ്മളൊക്കെ ബ്രിഡ്ജ് എസ്കേപ്പ് ഒക്കെ നടത്താൻ പോവാണ്. പേടെ ന്യൂബ്, യു ആർ ന്യൂബ് ബ്രോ, യു ആർ ന്യൂബ്. ബ്രോ നീ ന്യൂബാടാ, ന്യൂബ. ഇവൻ ന്യൂബാ. ബ്രോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ മറ്റേ ആ സാധനം കുത്തുന്ന ആ സാധനം എവിടെ കൊണ്ട് വെക്കുന്നു എനിക്ക് എവിടെയാണെന്ന് അറിയില്ല. മേളിലെന്നാണ്. എടാ അത് എവിടെയാടാ? അയ്യോ എടാ, എനിക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാ. ഈ എന്തെങ്കിലും സാധനം അവിടെ ഇവിടെ എങ്കിലും ഇരിക്കുവാണെങ്കിൽ ഞാൻ അന്നേരം തന്നെ ആ സാധനം മറന്നു എവിടെ ഇരിക്കണേന്ന്. അയ്യോ അതെവിടെയെന്നടാ? അയ്യേ എന്ത് മണ്ടനാ. അത് എവിടെയെന്ന് പോലും ഓർത്ത് വയ്ക്കുന്നില്ല. ആലോചിക്കട്ടെ. നമ്മള് ബ്രിഡ്ജ് എസ്കേപ്പ് താഴത്താണോ? താഴത്തൊന്നാലും എവിടെ? താഴത്തല്ല താഴത്ത് ഈശി പൂശി. ഏറ്റവും താഴെ. ഇനി സ്പീഡ് റണ്ണാണെങ്കിൽ സ്പീഡ് റണ്ണാ. അയ്യോ ഏറ്റവും താഴത്താന്നുള്ള കാര്യം മറന്നുപോയി. നമ്മള് പൂസവും പോളിയിൽ വെള്ളയില് ഇവിടെയും ഇല്ല. ഇതിൻ്റെ അകത്തും ഒരു ഒന്നും ഇല്ല. അപ്പാപ്പം കയറി വരുന്നില്ലേ? എടാ ഇത് എവിടെയാടാ? ആടാ കിട്ടി. ഈ എൻ്റെ പൊന്നളിയാ, ഇങ്ങനൊരു മണ്ടൻ എന്നെ ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളല്ല. ഇങ്ങനൊരു മണ്ടൻ എൻ്റെ ജന്മത്ത് കണ്ടിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ജന്മത്തിൽ ഇങ്ങനത്തെ ഒരു മണ്ടനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കാരണം ഇപ്പൊ കണ്ടല്ലോ.
ഇത് പൊട്ടാനാണ് ഞാൻ എനിക്ക് ചെറിയൊരു മറവുള്ളൂ. എന്തെങ്കിലും ഈ സാധനം അവിടെ കുറച്ച് ദിവസം കുറച്ച് നേരം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാണത്തില്ല. പാപ്പോ ഗുഡ് ബൈ, ഐ ആം ഗോയിങ്. എസ്കേപ്ഡ് ഗൈസ്. എസ്കേപ്ഡാ. മൂഞ്ചടാ പോയി, മൂഞ്ചടാ നീ എസ്കേപ്പ് അടിച്ചടാ ഇവിടെ, മൂഞ്ചടാ പോയി. അല്ല ഇൻ ദ എൻഡ്. ഗൈസ്, നമ്മുടെ ഈ ചാനലിൻ്റെ നമ്മുടെ ഓൾഡ് ചാനലായിട്ടുള്ള പ്രോ ഗെയിമിംഗ് സീരിയലിൻ്റെ ഗ്രാനി എസ്കേപ്പിങ്ങിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ഇത് കൊണ്ടുവരുന്നതായിരിക്കും, നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് കാണാം മറ്റു വീഡിയോ. സോ ബൈ ബൈ.